Hello viewers, welcome to Vikruz Tech. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു വിക്രമൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് റിവ്യൂ വീഡിയോയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അൺബോക്സ് ചെയ്ത ബോട്ടിൻ്റെ അതേ ബ്രാൻഡ് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യവും അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ പ്രോഡക്റ്റ് വേറെയാണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു നെക്ക് ബാൻഡ് ആണ്. അതായത് നമ്മൾ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് ഉപയോഗിക്കുന്ന ഒരു ഇയർ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ ഇയർഫോണിലെ ടെക്നോളജികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് CVC നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. CVC നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ബ്ലോക്കിലോ ഏത് തിരക്കിൻ്റെ ഇടയിലോ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാലും നമ്മുടെ നോയ്സ്, നമ്മുടെ സൗണ്ട് മാത്രമായിരിക്കും അതിൽ കേൾക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ സംസാരിക്കുന്ന ആളിന് കേൾക്കുന്നത്. പിന്നെ A2DP എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അഡ്വാൻസ്ഡ് ഓഡിയോ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഫൈൽ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അതായത് നമ്മുടെ ബ്ലൂടൂത്ത് സിഗ്നൽസിനെ സ്ട്രെങ്ത് കൂട്ടി അതുപോലെ തന്നെ നമുക്ക് കേൾക്കുമ്പോഴും നല്ല ക്രിസ്പായിട്ട് കേൾക്കാൻ സാധിക്കുന്നു. അതാണ് ഈ A2DP ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ ഒരേ സമയം നമുക്ക് 2 ഡിവൈസിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇയർബഡ്സ് നമുക്ക് ജോയിൻ ചെയ്ത് വയ്ക്കാം, ലോക്ക് ചെയ്ത് വയ്ക്കാം, അതായത് മാഗ്നറ്റിക് ലോക്ക് അവൈലബിൾ ആണ്. പിന്നെ 8 hours ആണ് ഇതിൻ്റെ ബാക്കപ്പ് കിട്ടുന്നത്, ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ്. സ്വെറ്റ് റെസിസ്റ്റൻറ്റുമാണ്, അതുപോലെ വാട്ടർ റെസിസ്റ്റൻറ്റുമാണിത്. ഈ ഇയർഫോൺസ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. എനിക്ക് 999 രൂപ, അതായത് 1000 റുപ്പീസിന് എനിക്ക് ഈ ബോട്ടിൻ്റെ ഹെഡ്ഫോൺസ് ഓഫറിന് കിട്ടിയതാണ്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി വരുന്നത് ഇതിൻ്റെ ഒരു USB ചാർജറാണ്. നമ്മുടെ നോർമൽ USB ചാർജറാണ്. എന്തുകൊണ്ട് ഇവർ ഈ C പോർട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ആലോചിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ബോട്ടിൻ്റെ ഇയർപോഡ്സ് വാങ്ങുന്ന സമയത്ത് എനിക്കതിൽ C ടൈപ്പ് കേബിളാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നോർമൽ കേബിളാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ ബോട്ട് റോക്കേഴ്സിൻ്റെ ഒരു യൂസർ മാനുവലാണ്. അതിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് 1 ഇയറിൻ്റെ മാനുഫാക്ചറിങ് വാറൻറ്റിയാണ്. ഇത് നമുക്ക് 1 ഇയർ ഇതിൻ്റെ ഡിവൈസ് എന്തെങ്കിലും കമ്പോണൻറ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാറൻറ്റി ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇത് അവരുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ലിസ്റ്റാണ്. എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ IPLൻ്റെ ടീംസിൻ്റെ കുറച്ച് ലിസ്റ്റും അവർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ ടീംസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ സ്പെയറായിട്ട് നമുക്ക് കുറച്ച് ഇയർബഡ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ഹെഡ്ഫോൺസിൽ നമുക്ക് ഇയർ ഹുക്സും കൂടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയർ ഹുക്സ് അവർ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. നമുക്ക് ഇയർ ബഡ്സ് മാത്രമേ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഡിവൈസ് ഒന്ന് നോക്കാം. നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ് അവരിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഇയർ ഹുക്സ് ഉണ്ട്.
ഓക്കെ, ഇയർ ഹുക്സ് നമുക്ക് ഡിറ്റാച്ചബിൾ ആണ്, ഇളക്കി മാറ്റാം. അതുപോലെ വേറെ ഇയർ ഹുക്സ് ഇടുന്നെങ്കിൽ നമുക്കിടാം. പിന്നെ ഇയർബഡ് ഇൻ ഇയർ ആണ്. ഇത് നമുക്ക് ഇയറിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഇയർ ഹുക്സ് തന്നിരിക്കുന്നത്. അതുപോലെ ഫ്ലാറ്റ് കേബിളാണ്, ടാങ്കിൾ ഫ്രീ ആണ്. പിന്നെ അതിലൊരു ഡിവൈസ് വരുന്നു, ഒരു കൺട്രോൾ മോഡ് വരുന്നുണ്ട്. അതിൽ നമുക്ക് വോളിയം കുറയ്ക്കാനും വോളിയം കൂട്ടാനും ഉള്ള സ്വിച്ചസ് അവൈലബിൾ ആണ്. പിന്നെ പ്ലേ ഉണ്ട്, പോസ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ്, പ്രീവിയസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് നല്ല ഫ്ലെക്സിബിളാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ നെക്കിലൊക്കെ തൂക്കിയിട്ടിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്ടിങ് ഇവൻറ്റിനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പോകുന്നെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കാരണം ഇത് സ്വെറ്റ് റെസിസ്റ്റൻറ്റും കൂടിയാണ്, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. നമുക്ക് സുഖമായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോയിൻറ്റ് വരുന്നത്. നമ്മുടെ ഹെഡ്സെറ്റ് ചാർജ് ചെയ്യേണ്ടത് ഇതിലാണ്. ഇതിൻ്റെ ചാർജിങ് പോയിൻറ്റ് ക്ലോസ് ചെയ്യുന്ന റബ്ബർ അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിൽ നമുക്ക് 110 mAh ബാറ്ററിയാണ് വരുന്നത്. പ്ലേബാക്ക് ടൈം എന്ന് പറയുന്ന പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നെങ്കിൽ 6 hours നമുക്ക് പ്ലേബാക്ക് ടൈം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 100% ചാർജ് കയറുവാനായിട്ട് വെറും 1.5 മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യാൻ മതിയാവും. അതേസമയം നമ്മളിത് യൂസ് ചെയ്യുന്നു എന്ന് വെച്ചോ, നമ്മൾ യൂസ് ചെയ്യാതെ വെറുതെ ഓൺ ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് 150 hours ഇതിൻ്റെ ബാക്കപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നു, കോളിൻ്റെ ടോക്ക് ടൈം അവേഴ്സ് എന്ന് പറയുന്ന 6 മണിക്കൂർ നമുക്കിതിൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. ഇനി നമുക്കിതിനെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആ കൺട്രോളിലെ നടുക്കിലത്തെ ബട്ടൺ ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിമിഷ നേരം മതി. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. നമുക്ക് പെട്ടെന്ന് പെയർ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്യാനും സാധിക്കുന്നു ഇതിൽ. പിന്നെ നമുക്കിതിൽ എത്ര ശതമാനം ചാർജ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെക്ക് ബാൻഡ് പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിതൊരു സ്പോർട്ടിങ് ഇവൻറ്റിനൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇളകി പോകും എന്നുള്ളൊരു പേടി വേണ്ട. നമ്മുടെ ആ ഇയർ ഹുക്ക് ഉള്ളതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇത് പിടിച്ചിരിക്കും. സ്ട്രോങ് ആയിട്ടിരിക്കും എന്നുള്ളത് നമ്മൾ ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത്. ഈ നെക്ക് ബാൻഡ് നമുക്ക് അത്യാവശ്യം ട്രെബിളും ബേസും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നല്ല ഡ്യൂറബിൾ ആണെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെക്ക് ബാൻഡാണ്, അതുപോലെ സ്പോർട്ട് യൂസിനാണ് ഇത് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഡ്യൂറബിൾ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ 2-3 സിറ്റുവേഷനിൽ സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കുന്ന ആളുടെ ഓഡിയോ എന്ന് പറയുന്നത് നല്ല ക്ലിയർ ആയിട്ട് വേറെ ഒരു ശല്യവും വേറെ ഒരു നോയ്സും അതിൻ്റെ ഇടയിൽ വരാതെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതൊരു അത്യാവശ്യം നല്ലൊരു ബ്ലൂടൂത്ത് ഇൻ ഇയർ നെക്ക് ബാൻഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി ടെക്നോളജിയുടെ വിശേഷങ്ങളും ഒരുപാട് സർപ്രൈസുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് വിഷ്ണു വിക്രമൻ ഫ്രം വിക്രൂസ് ടെക്. താങ്ക് യു.